നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരുണും പ്രിയങ്കയും വരാൻ സമയമായി. അവര് തിരിച്ചു പോകുന്നത് വരെ ഇവള് ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇവള് പിന്നെ എവിടെ പോവാനാ? എവിടേക്കാടി ഒരുങ്ങിക്കെട്ടി? അല്ല, പ്രിയയും ഭർത്താവും വരുന്ന ദിവസല്ലേ അമ്മ പറഞ്ഞു. അയ്യോ, പ്രിയങ്ക അവളുടെ ഭർത്താവും വരുന്നതേ നിന്റെ മോന്ത കാണാനൊന്നുമല്ല. അമ്മ വേറെ എന്തു പറഞ്ഞു തന്നു നിനക്ക്? അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞോ? നിന്റെ കഴുത്തി താലി കെട്ടിയത് അവനാണെന്ന് പറയാൻ പറഞ്ഞോ? പറയടി. ഇല്ല മുത്തശ്ശി, നീ ഇവിടെ ഇല്ല. എന്നേക്കുമായി നീ ഇവിടെ നിന്നും പോയി എന്നാണ് വരുൺ മോനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ അവൻ നിന്നെ കണ്ടാലുള്ള കാര്യം അറിയാലോ. അവൻ നിന്നെ കണ്ട് സത്യം വിളിച്ചു പറഞ്ഞാൽ ഈ കുടുംബത്തെ ആദ്യം വീഴുന്നത് ആരാണെന്ന് അറിയാമോ? ദേവനാരായണൻ. അവനെ കൊല്ലണോടി നിനക്ക്. മുത്തശ്ശി, ഞാൻ എന്താ വേണ്ടത്? എന്താ മോളെ? ആ വാതിലടയ്ക്ക്. പോയി വാതിലടക്കണി. മുമ്പൊരിക്കല് തളർന്നു വീണെന്ന് എന്നോട് മനസ്സിന്റെ സങ്കടം എന്താണെന്ന് ദേവനാരായണൻ ചോദിച്ചപ്പോ കൂട്ടുകാരിയുടെ സങ്കടത്തിന്റെ ഒരു കഥ നീ പറഞ്ഞു. അന്ന് പ്രിയങ്കയോ വരുണോ കൺമുമ്പിൽ ഇല്ലായിരുന്നു. ഇപ്പൊ അവരിങ്ങോട്ട് വരാൻ പോവുക. മോൾക്ക് വേണ്ടി അമ്മ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടോ? ഞാനൊന്നും കരുതിയിട്ടില്ല. ഒന്ന് കാണിച്ചതുപോലെ ബോധക്കേട് അഭിനയിച്ച് ഇവളെ രക്ഷിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയ കാര്യമോ പറയാൻ ശ്രമിച്ചാൽ പിന്നെ ആറ്റുവാശ്ശേരി എന്നൊരു കുടുംബമില്ല. മനസ്സിലായോ നിനക്ക്? വരുണും പ്രിയങ്കയും വരാൻ സമയമായി. അവര് തിരിച്ചു പോകുന്നത് വരെ ഇവള് ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇവള് പിന്നെ എവിടെ പോവാനാ? ആ, അല്ലാത്തപ്പ നാട് മുഴുവൻ തെണ്ടുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. സിനിമാ നടിയെയോ ഗായികയോ ആരാണെന്ന് വെച്ചാ വിളിക്കട്ടെ, എന്നിട്ട് പൊയ്ക്കോട്ടെ ശവം. അത് പറ്റില്ല. ഇവള് ഈ കുടുംബത്തിലെയാ. മാറി ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, ദേവനാരായണനോട് ഞാൻ തന്നെ നേരിട്ട് ഇതൊക്കെ ചെന്ന് പറയാം. ബാക്കി സംഭവിക്കുന്നതൊക്കെ നീ നേരിട്ടുള്ളൂല്ലോ അല്ലേ? അതൊന്നും വേണ്ടമ്മേ. ഞാൻ മുത്തശ്ശി പറയുന്ന പോലെ അനുസരിച്ചോളാം. മുത്തശ്ശി അവരെന്നെ കാണില്ല. മോളെ, അമ്മേ, മുത്തശ്ശി പറഞ്ഞ പോലെ അലഞ്ഞു തിരിയാൻ നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമില്ലേ? തെരുവ് നായ്ക്കള് നടക്കുന്നില്ലേ? പിന്നെന്താ കുഴപ്പം? എന്റെ ഈശ്വര ദൈവമേ. മതി മതി, അവസരം കിട്ടിയ അത് മുതലെടുക്കാൻ രണ്ടിനും നന്നായിട്ട് അറിയാം. നീ പ്രാർത്ഥിച്ചോ യശോദേ, വരുന്നവര് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു പോണേന്ന്. യശോദേ, ദേ മക്കള് വന്നു. പോ അങ്ങോട്ട്. അച്ഛാ, മോളെ. അമ്മേ, ഇതെന്തു പറ്റി മോനെ? മോന്റെ മുഖത്തൊരു ക്ഷീണം പോലെ. ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ അല്പം ലേറ്റ് ആയിട്ടാ കിടന്നേ.
അല്ല, നിങ്ങൾ പുതുമോടികളല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ പറയാനിരിക്കുന്നു. വാ വാ. വാ വാ അകത്തേക്ക് വാ. വരൂ. മുത്തശ്ശി ഒരു കുഴപ്പമില്ല, വാ. അങ്ങോട്ടിരിക്കുക. അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ആ, അവിടെ മറ്റാർക്കും കുഴപ്പമൊന്നുമില്ല. അതെന്താ മറ്റാർക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞേ? അല്ല, ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോ അവരെ കുറിച്ചല്ലേ പറയേണ്ടത്. ഉം. ആ മോനെ, അത്യാവശ്യം വേണ്ടപ്പെട്ട 1-2 വീടുകളുണ്ട്. അവിടെ 1-2 പേര് സുഖമില്ലാതെ കിടക്കുക. ഞാൻ ഈയിടെ കാണാൻ ചെന്നപ്പോ പ്രിയങ്ക മോളുടെ ഭർത്താവിനൊന്നും കണ്ടില്ലല്ലോ എന്നവർ സങ്കടം പോലെ പറഞ്ഞു. ഒഴിവുണ്ടെങ്കിൽ 2 പേരും കൂടി അവിടെ വരെ ഒന്ന് പോണം. ആ, നമുക്ക് നോക്കാം. ഇന്ന് പറ്റിയില്ലെങ്കിൽ തന്നെ ഇനി ഒരു ദിവസം അതിനായിട്ട് വരാം. ഓ, അത് മതി, ധാരാളം. ചായ കുടിച്ചു കഴിഞ്ഞിട്ടേ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് മോന് കാണിച്ചു കൊടുക്കുമോളെ. കാണാൻ രസമുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് മോനെ. ആയിക്കോട്ടെ. ഏതായാലും ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വരുണും പ്രിയങ്കയും വരാൻ സമയമായി. അവര് തിരിച്ചു പോകുന്നത് വരെ ഇവിളി ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. തന്നെയല്ലേ ഞാൻ താലി കെട്ടിയത്, താനല്ലേ എന്റെ മധുവായിട്ട് അടുത്ത ഭാഗത്തിരുന്നത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ കൂടെ ജീവിക്കുന്നത് നീ അല്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിന്നെ തേടി നടക്കുക. ഞാൻ ഈ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി മരിക്കുന്നവരെ നിന്നെ മാത്രമേ സ്നേഹിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.